പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം പരിചയപ്പെടുന്നത് പാശ്ചാത്യ സന്യാസ ജീവിതത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വിശുദ്ധ ബെനഡിക്റ്റ് ഓഫ് നൂർഷ്യയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രാർത്ഥനയും അധ്വാനവും ദൈവവിശ്വാസവും നിറഞ്ഞതായിരുന്നു. ഇന്നും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് സന്യാസ സമൂഹങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ പിന്തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനനവും യുവത്വവും. വിശുദ്ധ ബെനഡിക്റ്റ് ക്രിസ്തുവർഷം ഏകദേശം 480 ഇറ്റലിയിലെ ന്യൂർഷ്യയിൽ ജനിച്ചു. പഠനത്തിനായിട്ട് അദ്ദേഹം റോമിലെത്തിയെങ്കിലും അവിടുത്തെ ലൗകികമായിട്ടുള്ള ജീവിതം അദ്ദേഹത്തെ ഒരുപാട് നിരാശനാക്കി. അതിനാൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ അദ്ദേഹം ഏകാന്ത ജീവിതം തിരഞ്ഞെടുത്തു. ഒരു ഗുഹയിൽ വർഷങ്ങളോളം പ്രാർത്ഥനയിലും തപസ്സിലും അദ്ദേഹം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതവും നിയമവും വളരെ പ്രശസ്തമാണ്. പിന്നീട് അദ്ദേഹത്തെ തേടി അനേക യുവാക്കളെത്തി. അവർക്കായി അദ്ദേഹം സന്യാസ സമൂഹങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹം രചിച്ച റൂൾ ഓഫ് സെയിൻറ്റ് ബെനഡിക്റ്റ് എന്ന നിയമം ലോകപ്രശസ്തമായി. ആ നിയമത്തിൻ്റെ പ്രധാന സന്ദേശം ഓറ എറ്റ് ലബോറ എന്നാണ്. പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക. ദൈവത്തെ സ്നേഹിക്കുന്ന ജീവിതം വെറും പ്രാർത്ഥനയിൽ മാത്രമല്ല, ആത്മാർത്ഥമായ ജോലിയിലും സഹോദര സ്നേഹത്തിലും പ്രകടമാകണമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. മൊണ്ടെ കാസിനോയും അത്ഭുതങ്ങളും. വിശുദ്ധ ബെനഡിക്റ്റ് മൊണ്ടെ കാസിനോ ആശ്രമം സ്ഥാപിച്ചു. പിന്നീട് അത് ക്രൈസ്തവ സന്യാസ ജീവിതത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നതായിട്ട് സഭാ പാരമ്പര്യം പറയുന്നുണ്ട്. വിഷം കലർത്തിയ പാനപാത്രത്തിന് അദ്ദേഹം കുരിശടയാളം വരച്ചപ്പോൾ അത് പൊട്ടിപ്പോയതായി പറയപ്പെടുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തിയും. ക്രിസ്തുവർഷം ഏകദേശം 547 വിശുദ്ധ ബെനഡിക്റ്റ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നിരിക്കുക, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക, വിനയത്തോടും സ്നേഹത്തോടും കൂടെ ജീവിക്കുക, എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇന്ന് നമ്മൾ വിശുദ്ധ ബെനഡിക്റ്റിനോട് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമുക്ക് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.